യഹോവാ ഇരേ ഇരേ ഇരേ, തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി. ആകുലമോ ഇനിയും യഹോവാ ഇരേ, യഹോവാ ഇരേ ഇരേ ഇരേ, യഹോവാ ഇരേ ഇരേ ഇരേ. രണ്ടാമത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വചനം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അത് മാനം. എന്റെ ഓട്ടത്തിനും എന്റെ അധ്വാനത്തിനും സ്വർഗത്തിലെ ദൈവം നൽകുന്ന മാനം. ഞാൻ ഓടിയതും ഞാൻ ക്രിസ്തുവിനായി അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് അവസാന നാളിൽ പൗലോസ് എഴുതുന്നു. എനിക്ക് മാനമുണ്ടാകും. 1 ദശലോനിക്കർ 2-ാം അധ്യായം 19-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. தமிழ் வேதாகமத்தில் அழகாக சொல்லப்பட்டிருக்கிறது. மகிழ்ச்சியின் கிரீடம் தேவன் எனக்கு தருவார். மகிழ்ச்சியின் கிரீடம் இயேசுவானவர் எனக்கு தருவார். God shall grant me, crown me with the crown of rejoicing. സന്തോഷത്തിന്റെ ഗ്രീഡം കൊണ്ട്, പ്രശംസ ഗ്രീഡം അഥവാ സന്തോഷത്തിന്റെ ഗ്രീഡം കൊണ്ട് ദൈവം എന്നെ അണിയിക്കും. ആമേൻ. ഓടിയവർക്ക്, ഓട്ടം തികച്ചവർക്ക്, സ്ഥിരതയോട് ഓടിയവർക്ക്, അല്പം ഓടിയിട്ട് ഓട്ടം വിട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നവന് അല്ല, വിരുത് ലാക്കാക്കി ഓടിയവർക്ക് പ്രശംസാ ഗ്രീഡം, മகிழ்ச்சியின் ഗ്രീഡം ദൈവം നിനക്ക് നൽകും. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട പഴയ പകൽ കൊള്ളക്കാരൻ സൗൽ പൗലോസായി മാറിയപ്പോൾ കർത്താവ് അവനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. Go to the city. There I will speak to you what you will have to do. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 6-ാം വചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, പട്ടണത്തിൽ ചെല്ലുക, പട്ടണത്തിൽ ചെല്ലുക, നീ എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് അറിയിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 20-ാം വചനത്തിൽ യേശു തന്നെ ദൈവപുത്രൻ, അവൻ മാത്രമാണ് രക്ഷാമാർഗം എന്ന് പള്ളികളിൽ പൗലോസ് അറിയിച്ചു. വേദ പുസ്തകത്തിൽ പൗലോസിന്റെ വിളിയും അഭിഷേകം സ്വർഗത്തിലെ ദൈവം ഉറപ്പാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വചനത്തിൽ പൗലോസ് ദൈവത്തിന്റെ നാമം അന്യജാതിക്കാർക്കും ജാതിക്കാർക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ ജനത്തിനു മുമ്പ് മഹത്വപ്പെടുത്തുവാൻ, മാനിക്കുവാൻ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമം ഇവരുടെ മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. അവൻ എനിക്കായി ഓടും, എനിക്ക് വേണ്ടി ഓടും. അവൻ യേശുവിനെ ലാക്കാക്കി അവൻ ഓടും. അവൻ കർത്താവിനായി അധ്വാനിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ചിലർ പലരെയും കർത്താവിന്റെ ഭാഗത്തിലേക്ക് നയിക്കും, പക്ഷെ ഇവർ വീണ് കിടക്കും. അതല്ല പൗലോസ് പറയുന്നത്. ഞാൻ ഓട്ടം കാത്ത്, വിശ്വാസം കാത്ത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം ഞാൻ വിശ്വാസം കാത്ത്. നീ വിശ്വാസം കാത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണം. യോബിന്റെ പുസ്തകം 31-1-ാം വചനത്തിൻ പ്രകാരം നീ വിശ്വാസം കാത്തു ജീവിക്കണമെങ്കിൽ ആദ്യം ദാനിയേൽ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം.
നീ വിശ്വാസം കാത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വചനത്തിൻ പ്രകാരം നിന്റെ മനസ്സിന്റെ വിചാരങ്ങളെ നീ സൂക്ഷിക്കണം. നീ വിശ്വാസം കാത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 13-19 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തിയെ നീ സൂക്ഷിക്കണം. ഓടുക, ഇടപെടാതെ ഓടുക, സ്ഥിരതയോട് ഓടുക. അല്പം ഓടിയിട്ട് വിശ്രമിക്കുന്നവനായി അല്ലാതെ വിരുദ് ലാക്കാക്കി ഓടുക. ഓടിയാൽ 2 തരത്തിൽ കർത്താൻ എന്നെ മാനിക്കും. ഒന്നാമത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 31-32 വചനങ്ങൾ ശ്രദ്ധിക്കാം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ എനിക്ക് നിങ്ങളുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് ഒരു മനുഷ്യൻ എന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? ഒരിക്കൽ കൂടെ ആദ്യ ഭാഗം. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് ഒരു മനുഷ്യൻ എന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? 31-ാം വചനം. നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ എനിക്ക് നിങ്ങളുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന സുവിശേഷത്തിനായി മരിക്കുന്നു. അത് എനിക്ക് ലഭിച്ച മാനമാണ്. ആമേൻ, ആമേൻ. ഒരു സർക്കാർ ജോലി എന്ന് കിട്ടും, എന്റെ രോഗം എന്ന് മാറും, കൂറ വീട് മാറി കോൺക്രീറ്റായി എങ്ങനെ എന്റെ വീട് മാറും എന്ന് ചിന്തിക്കുന്നുവോ? പൗലോസ് രേഖപ്പെടുത്തുന്ന മാനം ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ആ നിമിഷം വരയ്ക്കും കർത്താവിന് വേണ്ടി കഷ്ടത സഹിപ്പാൻ തന്നിരിക്കുന്ന സന്ദർഭം എനിക്ക് ലഭിച്ചിരിക്കുന്ന മാനമാണ്. ആമേൻ, 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 ആമേൻ. ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവമാനം സഹിക്കുവാൻ കർത്താവ് നിനക്ക് സന്ദർഭം ഒരുക്കി തന്നോ, അത് നിനക്ക് ലഭിച്ച മാനമാണ്. സ്തോത്രം, 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 സ്തോത്രം. അത് ഇവിടെ ദൈവം നിനക്ക് ഒരുക്കിയ മാനമാണ് സഹോദരങ്ങളെ. ആ മാനം പ്രാപിച്ചവർക്ക് ഒടുക്കത്തെ നാളിൽ സ്വർഗത്തിലെ ദൈവം ഒരു മാനം കൂടെ നൽകും. അതാണ് ഇപ്പോൾ വായിച്ചത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 16-ാം വചനത്തിൻ പ്രകാരം, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-ാം വചനത്തിൻ പ്രകാരം സന്തോഷത്തിന്റെ ഗ്രീഡം എന്നുള്ള മാനം. ആണ്ടുകൾക്ക് മുമ്പ് US പ്രസിഡന്റ് മിസ്റ്റർ തിയോഡർ റൂസ്വെൽറ്റ് വേട്ടയ്ക്ക് പോയിട്ട് കപ്പൽ കയറി വാഷിംഗ്ടൺ തുറകം നോക്കി ആ കപ്പൽ വന്നുകൊണ്ടിരുന്നു. അതേ കപ്പലിൽ ആഫ്രിക്ക രാജ്യത്തിൽ മിഷണറി പ്രവർത്തനം നടത്തുവാൻ പോയ 40 ആണ്ടുകാലം അവിടെ താമസിച്ച ആയിരങ്ങളെ കർത്താവിൽ നയിച്ച മിഷണറി മോറിസണും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. കപ്പൽ വാഷിംഗ്ടൺ തുറമുഖത്തിലെത്തി. US പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ് അകമ്പടികളോടുകൂടെ ഉന്നത മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കപ്പൽ വിട്ട് ഇറങ്ങി. ആഘോഷം. ഓ പ്രസിഡന്റ് നായിട്ട് കഴിഞ്ഞു ഇതാ തുറമുഖത്തിൽ നാട്ടിലെത്തി. ജനം ആർപ്പ് വിളിച്ച്, ജനം സന്തോഷത്തിൽ ആർപ്പ് വിളിച്ച് ഒരു ഉന്നത അകമ്പടിയോടുകൂടെ വൈറ്റ് ഹൗസിലേക്ക് പ്രസിഡന്റ് തിയോഡറിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ തുറമുഖത്തിൽ 40 ആണ്ടുകാലം ആഫ്രിക്ക രാജ്യത്തിൽ കഠിനമായി കർത്താവിന് വേണ്ടി അധ്വാനിച്ച് തന്നൻ തനിയെ ഏകനായി നിൽക്കുന്ന മോറിസൺ മിഷണറി ഒരു നേരം വാവിട്ട് കരഞ്ഞുപോയി.
വേട്ടയ്ക്ക് പോയിട്ട് വന്ന പ്രസിഡന്റിനെ അനുഗമിക്കുവാൻ ആയിരങ്ങൾ ആർത്തുവിളി. അങ്ങേ സേവിക്കുവാൻ 40 ആണ്ടുകാലം കഷ്ടപ്പെട്ട ആയിരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നയിച്ച് എന്നെ കൊണ്ടുപോകുവാൻ, എന്നെ സ്വീകരിപ്പാൻ ആരുമില്ലല്ലോ. ഒരു മിനിറ്റ് സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. അപ്പോൾ ഒരു ശബ്ദം മോറിസൺ കേട്ട്, മകനെ മോറിസൺ, അയാൾ തൻ്റെ ഭവനത്തിലെത്തി. നീ നിന്റെ ഭവനത്തിൽ എത്തുമ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാം. ആമേൻ, ആമേൻ. നീ നിന്റെ ഭവനത്തിൽ എത്തിയിട്ടില്ല. നീ നിന്റെ ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ ഞാൻ ഉണ്ടായിരിക്കാം. അതാണ് മാനം, അതാണ് മാനം. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? You will now feel the direct and real touching of Lord Jesus Christ on you. കർത്താവിന്റെ യഥാർത്ഥ സ്പർശനം ഇപ്പോൾ നിങ്ങളുടെ മേൽ വീഴും. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ അറുത്ത് കളയുക, അറുത്ത് കളയുക. ഇപ്പോഴും വിഗ്രഹത്തിന്റെ മുമ്പിൽ വിളക്ക് വെച്ച് വയ്ക്കുന്നവർ ആകുന്നു എങ്കിൽ അത് വിട്ടുമാറുക. വിഗ്രഹം നിന്നെ സഹായിക്കുകയില്ല. സഹായിക്കുന്നവൻ ക്രിസ്തു മാത്രം. വാ തുറന്ന് പ്രാർത്ഥിക്കാം, വാ തുറന്ന് പ്രാർത്ഥിക്കാം, വാ തുറന്ന് പ്രാർത്ഥിക്കാം, വാ തുറന്ന് നിലവിളിക്കാം, വാ തുറന്ന് നിലവിളിക്കാം. എല്ലാവരും എല്ലാവരും രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ വിളമ്പിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ പൂതലമ്പിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം. കരം ഉയർത്തി കരം തട്ടി പാടുക. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴോ, യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴോ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയോട് എതിർപ്പോകും ഫലം കയ്യിൽ മേൽ, വൈരിയോട് എതിർപ്പോകും ഫലം കയ്യിൽ മേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ആമേൻ, ആമേൻ, ആമേൻ. അഗ്നി അഗ്നി അഗ്നി, വിടുതലിൻ തീ, വിടുതലിൻ തീ, വിടുതലിൻ തീ. എല്ലാരിലും 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 പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. സുജാത സുജാത കുടുംബം മൊത്തമായി ബന്ധന കെട്ടും വ്യാധിയും പിടിച്ചെത്തിയിരിക്കുന്ന സുജാത, സ്വർഗത്തിലെ ദൈവം നിങ്ങൾ കുടുംബം മൊത്തമായി ഇപ്പോൾ വിടുതൽ നൽകുന്നു, ഇപ്പോൾ വിടുതൽ നൽകുന്നു. സാത്താന്റെ കർത്താവിത തകർക്കുന്നു. വിടുതൽ പ്രാപിക്കുക യേശുവിൻ നാമത്തിൽ, യേശു നാമത്തിൽ. എന്റെ ഇടതുഭാഗത്തിൽ വളരെ മുൻഭാഗത്തൊരു സഹോദരി, എന്റെ ഇടതുഭാഗത്തിൽ ഹാളിന്റെ വെളിയിൽ കസേരയിലൊരു സഹോദരി, എന്റെ ഇടതുഭാഗത്തിൽ സഹോദരിമാരുടെ ഭാഗത്ത് പുറകെ 4 വ്യക്തികൾ, എന്റെ വലതുഭാഗത്തിൽ 6 പേർ ബ്ലീഡിംഗ് മുഖാന്തരം
ഓപ്പറേഷൻ ചെയ്താൽ ഇത് മാറുമോ? കുളിയെ കഴിച്ചാൽ ഇത് മാറുമോ? ഉറക്കം നഷ്ടപ്പെട്ടു എത്തിയിരിക്കുന്ന കർത്താവിന്റെ മക്കളെ കർത്താവ് തൊട്ട് 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 ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഉടനെ ഉടനെ യേശു മോചിച്ചിരിക്കുന്നു. ഉടനെ യേശു മോചിച്ചിരിക്കുന്നു. പഴയ ഹാളിനകത്ത് നാറി അഴുകുന്ന ശരീരത്തോട് എത്തിയിരിക്കുന്ന ഒരു സാധുവായ സഹോദരിയെ യോബുവിനെ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവ് ഇതാ നിങ്ങളെ തൊട്ട് മോചിക്കുന്നു. സാത്താൻ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. വിടുതൽ കൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം എല്ലാരിലും വ്യാപരിക്കുന്നു. എല്ലാരിലും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം ബ്രദർ, വാ തുറക്കാം സിസ്റ്റർ, വാ തുറക്കാം സിസ്റ്റർ. എല്ലാവരും എല്ലാവരും അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. വിടുതലിൻ തീ 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 തീ, വിടുതലിൻ തീ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക. കല്ലുപോലെ ആരും നിൽക്കരുത്. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്കായവൻ തുറക്കുന്നു. നിങ്ങൾക്കായവൻ തുറക്കുന്നു. സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്കായവൻ തുറക്കുന്നു. ഹല്ലേലൂയ. തന്റെ മകന്റെ വ്യാധിയെക്കുറിച്ച് ചിന്തിച്ച് പലപ്പോഴും ആത്മഹത്യക്ക് എറിഞ്ഞ ഒരു പിതാവ് എന്റെ വലതുഭാഗത്ത് നിൽപ്പുണ്ട്. യേശു മോചിക്കുന്നു. യേശു വിടുതൽ നൽകുന്നു. അഭിഷേക തീ തീ, അഭിഷേക തീ, അഭിഷേക തീ. എല്ലാരെയും നിറച്ചതിനായി സ്തോത്രം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി. നായകനായുള്ള വേള ജയം ജയം നിശ്ചയം. നായകനായുള്ള വേള ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. ഇരിക്കാം. അവസാനം യോബിന്റെ പുസ്തകം 42:10 വചനം ശ്രദ്ധിക്കാം. യോബ് 42:10. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ആമേൻ. സന്തോഷമില്ലേ നിങ്ങൾക്ക്? What he lost, everything, God returned back to him in double measure, the Bible says. യോബുവിന് നഷ്ടപ്പെട്ടത് ഒക്കെയും കർത്താവ് ഇരട്ടിയായി അവൻ മരിക്കും മുമ്പ് തന്നെ മടക്കി കൊടുത്ത് യോബുവിന് ദൈവം മാനിച്ചു. ദൈവഭക്തൻ യോബ് ലഭിച്ച മാനം ദൈവം അരുളി ചെയ്യുന്ന യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൽ ഇവൻ നീതിമാൻ. യോബ് 27:6 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോബ് നീതിമാനായി തന്നെ ജീവിച്ചു. ആമേൻ. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോബ് നിഷ്കളങ്കൻ. യോബ് 13-ാം അധ്യായം 15-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോബ് നിഷ്കളങ്കനായി തന്നെ ജീവിച്ചു.
യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോബ് ദൈവഭക്തൻ. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വചനത്തിൻ പ്രകാരം യോബ് ദൈവഭക്തനായി തന്നെ ജീവിച്ച്. പിന്നെ എന്തുകൊണ്ട് നഷ്ടം? മക്കൾ, വീട്, സമ്പാദ്യം, സമാധാനം, ജീവനെ കൊടുക്കുന്ന സ്നേഹിതന്മാർ, ശരീരത്തിന്റെ ആരോഗ്യം, കുടുംബ സമാധാനം ഒറ്റയടിക്ക് യോബിന് നഷ്ടമായി. He lost everything all of a sudden. എന്താണ് കാരണം? ദൈവഭക്തനെന്ന് ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ട് ദൈവഭക്തനായി തന്നെ ജീവിച്ച യോബിന് എന്തുകൊണ്ട് ഇത്ര ഒരു ബലത്തെ അടി അവന്റെ ആത്മീക ജീവിതത്തിൽ? റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 23-ാം വചനത്തിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലെയും 2 പ്രമാണങ്ങൾ ഉണ്ട്. നമ്പർ 1, ബുദ്ധിയുടെ പ്രമാണം. The law of mind. The law of your mind. ബുദ്ധിയുടെ പ്രമാണം. നമ്പർ 2, നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് യുദ്ധം ചെയ്യുന്ന നിന്റെ ശരീരത്തിന്റെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ പ്രമാണം. റോമ 7:23 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ബുദ്ധിയുടെ പ്രമാണം, അതോട് യുദ്ധം ചെയ്യുന്ന പാപത്തിന്റെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണം പറയുന്നത് നീ മാനസാന്തരപ്പെടണം, നീ കള്ളു കുടിക്കരുത്, നീ പുകവലിക്കരുത്, നീ സിനിമാശാലയ്ക്ക് പോകരുത്. അതോട് യുദ്ധം ചെയ്യുന്ന പാപപ്രമാണം നിന്നോട് പറയുന്നു മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. മാനസാന്തരപ്പെടാത്തവൻ ഇവിടെ ജീവിക്കുന്നില്ലേ? ഓണത്തിന് അല്പം മിനിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കുടിച്ചോ, മൂക്ക് നീട്ടി കുടിച്ചോ എന്ന് പാപത്തിന്റെ പ്രമാണം നിന്നെ ധൈര്യപ്പെടുത്തുന്നു. ബുദ്ധിയുടെ പ്രമാണം പറയുന്നു നീ സഭയ്ക്ക് പോകാം, നീ കൂട്ടായ്മ ആചരിക്കാം, നീ പ്രാർത്ഥന സ്ഥലത്തിലേക്ക് പോകാം, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. പാപത്തിന്റെ പ്രമാണം നിന്നെ അടിച്ചേൽപ്പിക്കുന്നത് എല്ലാ മതത്തിലും ദൈവമുണ്ട്, എല്ലാ സ്ഥലത്തും അനുഗ്രഹമുണ്ട്. ബുദ്ധിയുടെ പ്രമാണം നിന്നോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക, അന്യ ഭാഷകളിൽ സംസാരിക്കുക, കൃപാവരങ്ങൾ ജ്വലിക്കുക, വിശുദ്ധമായി ജീവിക്കുക. പാപത്തിന്റെ പ്രമാണം നിന്നെ നിർബന്ധിക്കുന്നത് ഉള്ള ഭാഷ പോരെ, ഉള്ള ഭാഷ പോരെ, ഇനി സ്വർഗത്തിൽ നിന്നൊരു ഭാഷ വേണമോ? നിന്നെ നശിപ്പിക്കുന്ന പാപത്തിന്റെ പ്രമാണം അഥവാ ഞാൻ എന്നുള്ള സെൽഫ്, അത് എല്ലാ മനുഷ്യനിലുമുണ്ട്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പെട്ടെന്ന് നീതിമാൻ യോബിന്റെ വീഴ്ചയ്ക്ക് കാരണം അവന്റെ സെൽഫാണ്. ഞാൻ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വചനത്തിൽ പൗലോസ് തന്റെ ഹൃദയം തുറന്നത് സമ്മതിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7:19. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രയെ ഞാൻ ഇച്ഛിക്കുന്നത് നന്മ, പ്രവർത്തിക്കുന്നത് തിന്മ. പാപത്തിന്റെ പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണം പൗലോസിനോട് അരുളി ചെയ്യുന്നു നീ നന്മ ചെയ്യുക. പാപത്തിന്റെ പ്രമാണമോ അവനെ നിയന്ത്രിച്ച് പറയുന്നു നീ തിന്മ ചെയ്യുക. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കുന്നതോ തിന്മ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വചനത്തിൽ എത്തിയപ്പോൾ
റഫീദീം പട്ടണത്തിൽ യഹൂദ ജനം എത്തിയപ്പോൾ അവർക്ക് ദാഹമെന്ന് വെള്ളക്ഷാമമായി സ്വർഗത്തിലെ ദൈവം മോശയുടെ യാചന കേട്ട് മോശയോട് അരുളി ചെയ്യുന്നു, മോശേ പാറയെ അടിക്ക, പാറയെ ആ വടി കൊണ്ട് അടിക്ക, അവിടെ അത്ഭുതം നടക്കും. അവൻ അത്ഭുതം കണ്ട് വീണ്ടും യാത്രയായി. ആണ്ടുകൾ കഴിഞ്ഞ് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹൂദ ജനം ഖാദേശ് പട്ടണത്തിലെത്തി. അവിടെയും ഇതേ പ്രശ്നമുണ്ടായി. അപ്പോൾ മോശ യാചിക്കുന്നു. യാചനയ്ക്ക് മറുപടിയായി ദൈവം ഇപ്പോൾ സംസാരിക്കുന്നത്, മോശേ നീ പാറയോട് സംസാരിക്കുക, നീ പാറയോട് കൽപ്പിക്കുക. മോശയുടെ സെൽഫ് ഉണർന്ന്, മോശയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പാപത്തിന്റെ പ്രമാണം ഉണർന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് പകരം പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പഴയ രീതിയിൽ പുറപ്പാട് 17:6 റഫീദീമിൽ പ്രവർത്തിച്ച അതേ രീതിയിൽ തന്റെ വടിയെടുത്ത് പാറയെ അടിച്ച് മോശയുടെ സെൽഫ് ഉയർന്നു നിൽക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആബ്രഹാമോട് അരുളി ചെയ്യുന്നു, നിനക്ക് ഞാൻ തരുന്നത് ജഡസന്താനമല്ല, വാഗ്ദത്തത്തിന്റെ സന്താനമാണ്, വാഗ്ദത്തത്തിന്റെ സന്താനമാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ ആബ്രഹാമിന്റെ ജഡം ഉണർന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 3-ാം വചനത്തിൽ ആബ്രഹാമിന്റെ സെൽഫ് ഉയർന്നു നിൽക്കുന്ന അവിടെ കാണുവാൻ കഴിയും. കർത്താവ് സ്വർഗത്തിൽ ആബ്രഹാമിന് 100 വയസ്സിൽ അഭിഷക്തൻ അനുഗ്രഹിക്കപ്പെട്ട ഇസഹാക്കിനെ കരുതിയിരുന്നപ്പോൾ ഇവൻ കണ്ടത് തന്റെ വീട്ടുവേലക്കാരൻ എലിയാസർ, ആബ്രഹാമിന്റെ സെൽഫ്. അതേപോലെ തന്നെ നീതിമാൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ട് അകലുന്നവൻ എന്ന് ദൈവത്താൽ അരുളി ചെയ്യപ്പെട്ട യോബ് ഭക്തൻ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി. യോബുവിന്റെ സെൽഫ് ഉണർന്ന് യോബിന്റെ പുസ്തകം 31:6 വചനം വായിക്കാം. യോബ് 31:6. ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസില് എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. I am a man of integrity. Job says, I am a man of integrity. നീ നല്ലവനെന്ന് നീ അല്ല പറയേണ്ടത്, ദൈവം പറയണം. ആമേൻ. ദൈവസന്നിധിയിൽ യോബ് ഒരു ചാലഞ്ചുമായി നിൽക്കുന്നു. Let me be weighed in a just balance and God may know my integrity. ഇന്ന് ഇരുന്ന് നാളെ മരിച്ച് നശിച്ചു പോകുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ വെല്ലുവിളിക്കുന്നു, എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ ദൈവം എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ അവൻ വെച്ച വെല്ലുവിളിയാണ്. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവത്തിന്റെ സർവ അധികാരം യോബ് ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് വീഴ്ച വന്നത്, അപ്പോഴാണ് താഴ്ച വന്നത്. യോബിന്റെ പുസ്തകം 32:1 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യോബ് തനിക്ക് തന്നെ നീതിമാനായി. യോബിന്റെ പുസ്തകം 32:2 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യോബ് ദൈവത്തെക്കാൾ തന്നെ നീതീകരിച്ച്. യോബിന്റെ വിശുദ്ധ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് ഡോട്ട് വീഴാൻ തുടങ്ങി. ആ കറുത്ത പുള്ളി മാറ്റിയെടുക്കണമെങ്കിൽ പാസ്റ്ററെ കൊണ്ട് കഴിയത്തില്ല, തിരുമേനിയെ കൊണ്ട് കഴിയത്തില്ല, നിന്റെ ഭാര്യ മക്കളെയും കൊണ്ട് കഴിയത്തില്ല. അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അത് യോബിനറിയാം. ഞാൻ തെറ്റിപ്പോയി. അവൻ ദൈവസന്നിധിയിൽ കടന്നുകൊണ്ട്
ഹൃദയം തുറന്ന് അവൻ നിലവിളിക്കുന്നു. യോബിന്റെ പുസ്തകം 41:6 യോബ് കരയുന്നു, ഞാൻ എന്നെത്താൻ വെറുത്ത് പൊടിയിലും ചാപത്തിലും കിടന്ന് അനുദപിക്കുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു. ഏത് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു? I abhor myself and I repent. Righteous man Job declares, I abhor myself and I repent. ഞാൻ എന്നെ വെറുക്കുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ദൈവസന്നിധിയിൽ വെല്ലുവിളിച്ചത് തെറ്റായിപ്പോയി. ഞാൻ എന്നെ വെറുക്കുന്നു, എന്റെ സെൽഫിനെ വെറുക്കുന്നു, എന്റെ പാപപ്രവൃത്തിയെ വെറുക്കുന്നു, എന്റെ പാപത്തിന്റെ പ്രമാണത്തെ ഞാൻ വെറുക്കുന്നു. I repent എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ മാനസാന്തരപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ മാനം യോബിന്റെ വീട് അന്വേഷിച്ച് മടങ്ങി വന്ന് ഈ കാര്യം നടക്കുമ്പോൾ, ഈ വീഴ്ച സംഭവിക്കുമ്പോൾ യോബിന് 70 വയസ്സ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം അവന് നൽകിയ മാനം നിങ്ങൾക്കറിയാമോ? യോബ് 42:16 വായിക്കാം. അതിന് ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അതിനുശേഷം 70 വയസ്സ് നടക്കുമ്പോൾ കർത്താവിനെ മാനിക്കുന്നു. വീണ്ടും 140 ആണ്ടുകൾ കൂടെ യോബിന്റെ ആയുസ്സിൽ കൂട്ടിക്കൊടുത്ത് അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പന്നനുമായി മരിച്ചു. ഹല്ലേലൂയ. ലോക സുന്ദരിമാർ അവന് ജനിച്ച്, ജമീമ, കെസിയ. ദൈവം മാനിച്ച് 70 വയസ്സിൽ പുഴു പിടിച്ച് മരിക്കേണ്ടവന് വീണ്ടും ജീവിപ്പിച്ച് 140 ആണ്ടുകൾ കൂടെ ആയുസ് നീട്ടിക്കൊടുത്ത് 210 ആണ്ടിലാണ് ജീവന് കർത്താവ് എടുത്തത്. ദൈവത്തിന്റെ ഒരു ചട്ടമുണ്ട്. മനുഷ്യന്റെ ദുഷ്ടത കണ്ട് മടുത്ത ദൈവം ഒരു പ്രമാണം എഴുതി വെച്ച്, ഒരുത്തനും ഇനി 120 വയസ്സിന് അങ്ങപ്പുറം കടക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൽ ഒരു മനുഷ്യന്റെ ദുഷ്ടത മുഖാന്തരം ദൈവം പരമാവധി നൽകി വെച്ച ആയുസിന്റെ നീളം 120 വയസ്സ് മാത്രം. ആ ചട്ടം യോബുവിനെ മാനിക്കുവാൻ വേണ്ടി കർത്താവ് മാറ്റി എഴുതി 210 വയസ്സ് വരയ്ക്കും ആയുസ് കൊടുത്ത്. ദൈവം മാനിക്കുന്നവൻ. ദൈവത്തെ മാനിച്ചാൽ നിന്നെ ദൈവം മാനിക്കും. എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ജന ശഗാലദന്തനദ ബലജബ റഗാലദന്തനദ ബലജബ റഗാലദന്തനദ ബലജബ റഗാലദന്തനദ ബലജബ റഗാലദന്തനദ. അഗ്നി 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 വിടുതലിൻ തീ വ്യാപരിക്കുന്നു. സ്തുതിപ്പിൻ 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 സ്തുതിപ്പിൻ. വാ തുറന്ന് സ്തുതിക്കാം സഹോദര സഹോദരി, വാ തുറന്ന് സ്തുതിക്കാം. എല്ലാവരും അങ്ങ് നിങ്ങൾ അലസതയോട് നോക്കി നിൽക്കരുത്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹൃദയം തുറക്കാം, ഹൃദയം തുറക്കാം, ഹൃദയം തുറക്കാം. ആമേൻ. കൈകട്ടി നോക്കി നിൽക്കരുത്. കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്താൻ മടിക്കരുത്. ദൈവത്തെ സ്തുതിക്കാൻ നീ ലജ്ജിക്കരുത്. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. യേശുവേ, എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ, എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ. അനേകർ യേശുവോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സ്വന്തം വീട്ടിൽ, സ്വന്തം സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്ന അനേകരെ കർത്താവ് എനിക്ക് കാട്ടുന്നു. അവരെല്ലാവരെയും കർത്താവിനെ മാനിക്കാൻ പോകുന്നു.
അവർ എല്ലാവരെയും കർത്താവിനെ മാനിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമം നിമിത്തം, യേശുവിന്റെ സാക്ഷി നിമിത്തം, യേശുവിന്റെ സാക്ഷി നിമിത്തം സ്വന്തം വീട്ടിൽ, സ്വന്തം ഓഫീസിൽ, സ്വന്തം സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്ന അനേകർ കർത്താവ് അവരൊക്കെയും കർത്താവിത തൊടുന്നു. ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേഴ്സി, യേശുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്ന മേഴ്സി, യേശുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്ന നസീമ, യേശുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്ന മുരളീധരൻ, യേശുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്ന ആൽബർട്ട്, കർത്താവിന്റെ കരം നിങ്ങളിൽ ഇറങ്ങുന്നു. യേശുവിന്റെ കരം ഇതാ ഇറങ്ങുന്നു. സദാനന്ദന കർത്താവ് മാനിക്കുന്നു. യേശുവിന്റെ നാമമുഖാന്തരം നിന്ദിക്കപ്പെടുന്ന സദാനന്ദ കർത്താവ് ഇതാ മാനിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗം നോക്കി കരം നീട്ടി പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. നിങ്ങളുടെ ആവശ്യം കർത്താവിനോട് പറയുക. ഇപ്പോൾ വിടുതൽ, ഇപ്പോൾ അത്ഭുതം നടക്കുന്നു, ഇപ്പോൾ അത്ഭുതം അവൻ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 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 എല്ലാവരിലും 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 വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. അനുഗ്രഹത്തിൻ കരം വ്യാപരിക്കട്ടെ, അനുഗ്രഹത്തിൻ കരം വ്യാപരിക്കട്ടെ, അനുഗ്രഹത്തിൻ കരം വ്യാപരിക്കട്ടെ. എല്ലാവരിലും 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 നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഒരു വീട്ടിൽ ഭർത്താവ് കള്ളുകുടിയൻ, മക്കൾ മദ്യത്തിന് അടിമ, മക്കൾ സിനിമയ്ക്ക് അടിമ, വീട് വെറും നരകം. ഇങ്ങനെ ആയിരിക്കുന്ന അനേക ഭവനങ്ങളെ കർത്താവ് എനിക്ക് കാട്ടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കൃപ നിങ്ങളുടെ ഭവനങ്ങൾ ഇറങ്ങുന്നു, ഇറങ്ങുന്നു, ഇറങ്ങുന്നു. മദ്യം മാറ്റിക്കൊടുക്കണമേ, ഇവിടെ ഭവനത്തിന് ലഹരി മാറ്റിക്കൊടുക്കണമേ, ഇവിടെ ഭവനത്തിന് ചാരായം മാറ്റിക്കൊടുക്കണമേ. യേശുവേ, ഇവിടെ കുടുംബങ്ങളെ വൃത്തിയാക്കണമേ, വൃത്തിയാക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. സാക്ഷിയായി നിർത്തണമേ, സാക്ഷിയായി നിർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിച്ചിട്ടും ജോലിയില്ലാതെ നിലവിളിക്കുന്ന അനേക യുവതിയുവാക്കളുണ്ട് രാജാ. അവിടെ മാനിക്കണമേ, അവിടെ മാനിക്കണമേ, അവിടെ നിലവിളി മാനിക്കണമേ, അവിടെ യാചന മാനിക്കണമേ. അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. ഈ ആകെ തടസ്സപ്പെട്ട് എത്തിയിരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അങ്ങയുടെ കരം നീളട്ടെ, അങ്ങയുടെ അത്ഭുത കരം നീളട്ടെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹത്തോട് പറഞ്ഞയക്കണമേ. യേശുവിന് സ്തോത്രം, യേശുവിന് സ്തോത്രം, യേശുവിന് സ്തോത്രം, യേശുവിന് സ്തോത്രം. മക്കളില്ലാതെ കടന്നു വന്ന അനേകർ വൈദ്യന്മാർ നോ പറഞ്ഞിരിക്കുന്നു. പണം ചെലവാക്കി ആശുപത്രിയായി കയറി ഇറങ്ങി അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാം നഷ്ടമാണ്. നോ പറഞ്ഞ ഡോക്ടർമാർ. യേശുവേ, ശപിക്കപ്പെട്ട ഗർഭവുമായി നിലവിളിയോട് എത്തിയിരിക്കുന്ന സഹോദര സഹോദരിമാരോട് മനസ്സലിയണമേ, മനസ്സലിയണമേ, മനസ്സലിയണമേ. സ്വർഗത്തിലെ ദൈവമേ, ഈ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ. സ്വർഗത്തിലെ ജീവൻ, 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 ജീവൻ ഇവരിൽ ഇറങ്ങട്ടെ, ഇവരിൽ ഇറങ്ങട്ടെ. അഗ്നി ഇവരിൽ ഇറങ്ങട്ടെ. തീ 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 അഭിഷേക തീ, അഭിഷേക തീ. എല്ലാരിലും 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 അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
கேன்சர் மாறி போகட்டு இயேசுவின் நாமத்தில். உறக்கமில்லாம மாறி போகட்டு இயேசுவின் நாமத்தில். மாந்திரிக கட்டுகள் மாறி போகட்டு இயேசுவின் நாமத்தில். இயேசுவின் நாமத்தில். ரெக்கால தந்தன ஜபல ஜப ரெக்கால தந்தன ஜபல ஜப ரெக்கால தந்தன ஜபல ஜப ரெக்கால தந்தன ஜப ரெக்கால தந்தன ஜப. கார்மேல் പർവ്വതത്തിൽ ഏലിയാവിൽ ഇറങ്ങിയ എന്റെ അപ്പൻ ക്രിസ്തുവിന്റെ അതേ കരം നിങ്ങളിൽ വ്യാപരിക്കുന്നു. ആഹാബിന്റെ പേരിന് മുമ്പായി ഓടുക ഓടുക ഓടുക. ആഹാബിന്റെ പേരിന് മുമ്പ് ഓടുക. യേശുവിനായി ഓടുക. വിടുതലിൻ തീ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളുന്നു. നാട്ടിൽ ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളുന്നു. നാട്ടിൽ ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പുലകുമ്പോ അതിനാരംഭോ. ക്ഷാമം പുലകുമ്പോ അതിനാരംഭോ. വാഴും ഞാനും വെച്ച് കാതിൽ കൂടെയപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും വെച്ചും കാതിൽ കൂടെയപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും വെച്ചും കാതിൽ കൂടെയപ്പോഴും ആശ്രയിക്കും. I saw God's mighty hand fallen on everyone. എല്ലാവരുടെ ശിരസിന്മേലും അപ്പൻ ക്രിസ്തുവിന്റെ കരം ഇറങ്ങുന്നത് ഞാൻ കണ്ടു. I saw him. യേശു സ്വാമി ഇവരെയും ഇവർക്കുള്ളതിനെയും കാത്തു സൂക്ഷിക്കണമേ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഈ സഹോദരങ്ങളെ ഉപയോഗപ്പെടുത്തണമേ. മാനിക്കണം. നാനും മകത്വം എടുത്തുകൊള്ളണം. യഹോവ ഇരേ ഇരേ ഇരേ. യഹോവ ഇരേ ഇരേ ഇരേ. യഹോവ ഇരേ ഇരേ ഇരേ. യഹോവ ഇരേ ഇരേ ഇരേ. തന്മക്കൾക്കായി ദൈവം